കെ ടി ജലീലിനെ പ്രതിരോധിക്കാൻ പ്രത്യാക്രമണം നടത്തുകയാണ് പി.കെ. ഫിറോസിന്റെ ലക്ഷ്യം. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കെ ടി ജലീലിനെതിരായ അഴിമതി ആരോപണം, അതായത് തിരൂർ തുഞ്ചംപറമ്പിലെ മലയാള സർവകലാശാല സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ അഴിമതി നടത്തി എന്നായിരുന്നു പി.കെ. ഫിറോസിന്റെ ആരോപണം. അത് തെളിയിക്കാൻ അവിടെ എത്തി തന്നെ മാധ്യമങ്ങളെ കാണാനാണ് പി.കെ. ഫിറോസും യൂത്ത് ലീഗ് സംഘത്തിൻ്റെയും തീരുമാനം. ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെ തിരിച്ചടി തുടങ്ങിയെന്ന് ആഹ്വാനം ചെയ്യുകയാണ് പി.കെ. ഫിറോസ്. അത് സീസൺ 1 മന്ത്രിസ്ഥാനത്ത് രാജിവെപ്പിച്ചത് സീസൺ 1. നാളെ സീസൺ 2 ആരംഭിക്കാൻ പോവുകയാണ്. MLA സ്ഥാനത്ത് നിന്നും തിരിച്ച് താഴെ ഇടാനുള്ള എല്ലാ ആയുധവും സംഭരിച്ചിട്ടാണ് നമ്മൾ. അതുകൊണ്ടും തീർന്നില്ല. 3 മണിക്കാണ് പി.കെ. ഫിറോസ് വാർത്താ സമ്മേളനം വിളിച്ചതെങ്കിൽ 5 മണിക്ക് കെ ടി ജലീലിന്റെ മറുപടിയുണ്ട്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തന്നെ പോകുമെന്ന് കെ ടി ജലീലും നേരത്തെ പറഞ്ഞിരുന്നു. കെ ടി ജലീൽ ചോദിച്ച നിരവധി ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി പി.കെ. ഫിറോസിന്റെ പക്കൽ ഉണ്ടോ എന്നുള്ളത് കൂടിയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരിന്റെ ക്ലൈമാക്സ് എന്താകുമെന്നാണ് ആകാംക്ഷ. അനീഷ് തോട്ടയ്ക്കാടിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.